ഹരേ കൃഷ്ണ. ഇന്ന് രാവിലെ നമ്മൾ ചെയ്ത പൂജയുടെ വീഡിയോ ആണിത്. എന്നത്തെയും പോലെ ഭഗവാന്മാർക്ക് പുഷ്പമൊക്കെ സമർപ്പിച്ചു, ദീപം തെളിയിച്ചു, ധൂപ ആരതി നൽകി. നേദ്യമായിട്ട് ഇന്ന് കൊടുത്തത് വാട്ടർ മിലനും മാങ്ങയും അവലും കൽക്കണ്ടവും കറുത്ത മുന്തിരിയുമാണ്, ഉണങ്ങിയ മുന്തിരി. ഇത്രയാണ് ഇന്ന് നീതിയുമായി സമർപ്പിച്ചത്. കെടാവിളക്ക് തെളിയിച്ചു, ഭദ്രദീപം തെളിയിച്ചു, പ്രാർത്ഥനയോടുകൂടി ദീപധൂപ ആരതി നൽകി. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം 7:09 മുതൽ 9:20 വരെയുള്ള സമയം മൈത്രേയ മുഹൂർത്തമാണ്. ആ മൈത്രേയ മുഹൂർത്തം ആരും മിസ് ചെയ്യരുത്. നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ വോയിസ് തരുന്നത്. എല്ലാവരും ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രഹ്മമുഹൂർത്ത ദീപം ഞാൻ തെളിയിച്ചതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിച്ചതിന് ശേഷമാണ് ഞാൻ സൂര്യദേവന് ജലം സമർപ്പിക്കും. അതിനുശേഷം എൻ്റെ ദേവന്മാർക്കെല്ലാം പൂക്കൾ വെച്ച് അലങ്കരിച്ച്, ദീപം തെളിയിച്ചതിന് ശേഷം പൂക്കൾ വെച്ച് അലങ്കരിച്ച്, അതിനുശേഷം നീദ്യം സമർപ്പിച്ച് ധൂപ ആരതി നൽകും. ഞാൻ ദശാംഗമാണ്, അഷ്ടഗന്ധമാണ് പുകയ്ക്കുന്നത്. ദശാംഗം ഞാൻ വീട്ടിൽ അല്ലാതെ വേറെ ചിരാതിൽ പുകയ്ക്കാറുണ്ട്. ചന്ദനത്തിരി തെളിയിക്കലുണ്ട്. എന്നും ചൊല്ലുന്ന ചെറിയ നാമങ്ങൾ ചൊല്ലി ആണ് ഈ പൂജകളെല്ലാം ചെയ്യുന്നത്. എല്ലാ ദൈവങ്ങളുടെയും ചെറിയ നാമം വീതം ചൊല്ലിയിട്ട് ചെയ്ത് അവസാനം കർപ്പൂര ആരതി ഒഴിഞ്ഞിട്ടാണ് സമർപ്പിക്കുന്നത്. ഞാൻ കെടാവിളക്ക് തെളിയിക്കുന്നത് ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും ഗുരുവായൂരപ്പൻ്റെയും മുരുക ഭഗവാന്റെയും ചെറിയ വിഗ്രഹം നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കേണ്ടി വരുന്നത്. നിലവിളക്കിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു താളത്തിൽ അത് കാണാൻ കഴിയും. അതിൻ്റെ സൈഡിലാണ് ഞാൻ കിടാവിളക്ക് തെളിയിക്കുന്നത്. അതിന് മുന്നിലായി അതിനോട് ചേർന്ന് തന്നെ മൂകാംബിക അമ്മയും മഹാലക്ഷ്മിയും ലക്ഷ്മി കുബേര ഫോട്ടോയുമുണ്ട്. അപ്പോൾ ഇത് 3 സൈഡിലായിട്ടാണ് ഈ കിടാവിളക്ക് തെളിയിക്കുന്നത്. കിടാവിളക്ക് തെളിയിക്കുമ്പോൾ എനിക്കുള്ളൊരു സമാധാനം, ഞാൻ ഈ രാവിലെ തെളിയിക്കുന്നത് എൻ്റെ കിടാവിളക്കിൽ നിറയെ എണ്ണ ഒഴിച്ച് തെളിയിച്ചാൽ രാത്രി ഒരു 10 മണി വരെയോ അല്ല 9 മണി വരെയോ 8 മണി വരെ എങ്ങനെ പോയാലും ഉണ്ടാവും. അപ്പോൾ അത്രയും നേരം എൻ്റെ ഭഗവാന്റെ മുന്നിൽ അണയാതെ ഒരു ദീപം തെളിഞ്ഞു നിൽക്കും. അത് മിക്കപ്പോഴും ഞാൻ കിടന്ന് കഴിഞ്ഞിട്ടാണ് അണയുന്നത്. അതെനിക്കൊരു സമാധാനമാണ്. നേദ്യം സമർപ്പിച്ചിരിക്കുന്നത് ഞാനൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ കൊടുത്ത നേദ്യം എടുത്തു മാറ്റും. വൈകുന്നേരം പിന്നീട് എന്തെങ്കിലും ചെറിയ നേദ്യമാണ് സമർപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈകിട്ട് സെപ്പറേറ്റ് സമർപ്പിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളും എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളും ഇങ്ങനെയൊക്കെ പൂജ ചെയ്യുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അത് നിങ്ങൾ കൂടി ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്കും നാളെ ഇങ്ങനെ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കും. നമ്മളറിയാതെ നമ്മളിലൊരു മാറ്റം വരും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അത് അത്ഭുതമായി തോന്നും. ഇന്നത്തെ മൈത്രേയ മുഹൂർത്തം തെറ്റിക്കരുത്. 7:09 സ്റ്റാർട്ട് ചെയ്താൽ 9 മണി വരെ ഉണ്ട്. അപ്പോൾ ഈ 9:20 7:09 ഇടയ്ക്കുള്ള ഒരു സമയം എടുത്തുള്ളൂ. ഒരു 8 മണി ആയാലും കുഴപ്പമില്ല. അതിനുള്ളിൽ സ്കന്ദ ഒരു കവചം കേൾക്കണം. ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല, അവരത് ബ്ലോക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആക്കി ഇട്ടേക്കാം. അതൊന്ന് പ്ലേ ചെയ്ത് കേട്ടാൽ മതി. ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുന്നതിന് തൊട്ട് മുന്നേ കുടുംബ പരദേവതകളെ മനസ്സിൽ ധ്യാനിക്കണം. നിങ്ങൾ പറയണം, കുടുംബ ദൈവങ്ങളോട് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ശേഷം
ഗണപതി ഭഗവാനെയും മുരുക ഭഗവാനെയും വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ എത്രയും മുഹൂർത്തത്തിൽ പൈസ എടുത്ത് വയ്ക്കാൻ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അത്യാവശ്യമായി നടക്കേണ്ട ആ വലിയ ആഗ്രഹം? അതിനുവേണ്ടി തുടങ്ങിക്കോളൂ. നമ്മുടെ മൈത്രേയ മുഹൂർത്തം ഒരിക്കലും പാഴാക്കരുത്. നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളുമുള്ള ഒരു ദിവസമാകാൻ പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.